താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ മരിച്ച താമർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി ഇപ്പോൾ തത്സമയം. ശ്രീ ഹാരിസ് ജിഫ്രി, ഇപ്പോൾ PV അൻവറിൻ്റെ വാർത്താ സമ്മേളനം, PV അൻവർ പുറത്തുവിട്ട ശബ്ദരേഖ, ഇതൊക്കെ ഹാരിസും കേട്ട് കാണും. അതിൽ SP സുജിത് ദാസ് പറഞ്ഞ കാര്യങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? താമറിൻ്റെ മരണം അതൊരു കൊലപാതകമല്ല, അത് ആക്സിഡൻ്റലി സംഭവിച്ചതാണ്. MDMA വയറ്റിൽ ചെന്ന് അത് പൊട്ടി സംഭവിച്ച ഒരു ദുരന്തമാണ് എന്ന മട്ടിലാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ പിന്നീട് PV അൻവർ ഞങ്ങളുടെ പ്രസ് കോൺഫറൻസിലും ഇരുന്നിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ SP സുജിത് ദാസ് ഈ കേസിൽ ഒന്നാം പ്രതിയാണ് മോറലി എന്നുള്ളതാണ്. അയാൾക്ക് അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് പറഞ്ഞത്. വേറെയും ചില കാര്യങ്ങൾ ഇനി വെളിപ്പെടുത്താനിരിക്കുന്നുണ്ട്, അത് PV അൻവർ പറഞ്ഞിട്ടുമില്ല. എങ്ങനെയാണ് ഈ പുതിയ സംഭവവികാസങ്ങളെ, പ്രതികരണങ്ങളെയൊക്കെ ഹാരിസ് കാണുന്നത്? ഈ അനിയൻ മരിച്ചിട്ട് ഒരു കൊല്ലത്തിന് മുകളിലായിട്ട് ഇപ്പോൾ അൻവർ MLA വെളിപ്പെടുത്തിയ കാര്യങ്ങൾ എന്താ പറയുക, വളരെ സ്വാഗതാർഹമാണ്. ഇത് എന്താ പറയുക, ഇങ്ങനൊരു MLA വെളിപ്പെടുത്തുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട്. അതാണ് ആദ്യം അതിൽ കാണേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക, പ്രതികരിച്ച് മറ്റുള്ളവർ പറഞ്ഞ നേതാക്കന്മാരായാലും എല്ലാവരും പറഞ്ഞത് ഇതിൽ ആദ്യ പ്രതി വരാനുള്ളത് SP ആണെന്നാണ്. ഈ SP അറിയാതെ ഒരിക്കലും DYSPയോ CIയോ SIയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ കൊല ചെയ്യപ്പെട്ട ഈ കോൺസ്റ്റബിൾ വരെ ചെയ്യില്ല എന്നുള്ളത് വ്യക്തമായിട്ട് ധാരണ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആദ്യം മുതലേ ഇത് പറഞ്ഞത്. ആ ഒരു കാര്യം ഇപ്പോൾ MLA വഴി പുറത്തു വന്നതുകൊണ്ട് MLA പറയാൻ കണ്ട സാഹചര്യവും വേറെ രീതിയിലാവാമെങ്കിലും, പക്ഷേ MLA പറഞ്ഞതോട് MLAക്ക് ഒരു നന്ദിയുണ്ട്. കാരണം ഇത്രയും കാര്യങ്ങളൊന്നും ഒരിക്കലും പുറത്ത് വരാറില്ല. ഇതൊക്കെ എന്നും നടക്കുന്ന ഒരു കാര്യങ്ങളായിട്ടാണ് ഇവിടെ പൊതുവേ കാണുന്നത്. പലരും പ്രതിപക്ഷത്തു നിന്നായാലും ഞങ്ങളായാലും പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ MLA വഴി നമുക്ക് പുറത്തു വന്നത്. അത് SP താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണെന്ന് പറഞ്ഞ പോലെ SP തന്നെ അത് പുറത്ത് പറഞ്ഞു. SP ഇപ്പോൾ തെളിവ് നശിപ്പിക്കാൻ നെട്ടോട്ടം ഓടുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ അറിയാനാകുന്നത്. ഇപ്പോൾ അവധിക്ക് അപേക്ഷിച്ചിരിക്കുകയാണ്. SPക്കെതിരെ നടപടി ഉണ്ടാകാൻ പോകുന്നു. ആ നടപടി എന്നുള്ളത് MR അജിത് കുമാറിനെതിരെ ADGPക്കെതിരെ പറഞ്ഞതിനാണ്. ADGPക്കെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞതൊക്കെ ഇപ്പോൾ പുറത്തു വന്നല്ലോ, PV അൻവർ പുറത്തു വിട്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ തരത്തിൽ SP സുജിത് ദാസ് ശിക്ഷിക്കപ്പെടാൻ പോവുകയാണ്. എന്തായാലും ഈ നമ്മുടെ അനിയൻ്റെ കേസ് തന്നെ SPയുടെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഈ സർക്കാരിന് മുമ്പിലും ഈ ഇതേപോലെ ആഭ്യന്തര വകുപ്പിൻ്റെ മുമ്പിലും ഉണ്ടായിട്ടും ഇവരെല്ലാവരും നോക്കിയിരുന്നു. അതാണ് ഇതിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം ഈ SP പറയുന്നത് ഒരു വാക്കുണ്ട്, അൻവർ MLA കേസ് പിൻവലിക്കണം ദയവായി. അത് വേണ്ട. അപ്പോൾ പറഞ്ഞു ഞാൻ പിൻവലിച്ചാലും മറ്റുള്ള ഒരാളും കൂടി കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, അയാളുടെ എന്തെങ്കിലും ആയിക്കോട്ടെ, അൻവർ MLA കേസ് പിൻവലിക്കണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹൈ പ്രൊഫൈലുള്ള ആൾക്കാർ വരുമ്പോൾ അതിന് പ്രത്യേക ഒരു മുൻഗണന കിട്ടും എന്നുള്ള കാര്യത്തിലാണ് ഈ SP പേടിച്ചത്. അല്ലാതെ സാധാരണക്കാരാണെങ്കിൽ SPക്ക് എന്തും ചെയ്യാം എന്നുള്ള ധൈര്യമാണ് SP ആ വാക്കിലൂടെ എനിക്ക് മനസ്സിലായത്. കാരണം ഞാനോ അത് ഇപ്പോൾ SPക്കെതിരെയുള്ള കേസിൽ കൊടുത്ത ആളോ ആണെങ്കിലും അയാളെ കേസൊന്നും അയാൾക്ക് വിഷയമല്ല. SPക്ക് അതൊക്കെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് അയാൾക്ക് ചെയ്യാൻ കഴിയാം. ഇതുപോലെ പലരെ കാല് പിടിച്ചിട്ടായാലും ഭീഷണിപ്പെടുത്തിയിട്ടായാലും അയാളത് ചെയ്യും. പക്ഷെ അൻവർ MLA കൊടുത്ത കേസ് എങ്ങനെയെങ്കിലും പിൻവലിക്കണം എന്നാണ് പറഞ്ഞത്. അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കറക്റ്റായിട്ടുള്ള ഒരു കളി സ്ഥലം ഈ ആഭ്യന്തര വകുപ്പിലും പോലീസിലുണ്ട്. അത് അയാൾ അറിഞ്ഞ് കളിക്കുന്നുണ്ടെന്നും വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. PV അൻവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, ഈ SPക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾക്ക് കൂടി അറിവുള്ള കാര്യങ്ങളായിരുന്നു. ഈ SP സുജിത് ദാസ് എന്ന വ്യക്തി, അദ്ദേഹം നേരത്തെ കസ്റ്റംസിലായിരുന്നു. അപ്പോൾ കസ്റ്റംസുമായി അദ്ദേഹത്തിന് ഇപ്പോഴും കണക്ഷനുണ്ട്. ആ കണക്ഷൻ എന്ന് പറയുന്നത് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ്. ആ കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തിൽ വലിയ പങ്ക് തന്നെ ലഭിക്കുന്ന രൂപത്തിലേക്ക് ആ ബന്ധമുണ്ട് എന്നുള്ളതാണ്. അത് ADGPക്കെതിരെയും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. SP കസ്റ്റംസിലായിരുന്നു, അതുകൊണ്ട് തന്നെ പല വാട്സപ്പ് സന്ദേശങ്ങൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് കൈമാറുന്നു. അങ്ങനെ കള്ളക്കടത്ത് നടത്തുന്നവരിൽ നിന്നും പകുതി അത് ഷെയർ ചെയ്യപ്പെടുകയാണ്, പകുതി ഇവർക്ക് കിട്ടുന്നു.
ആ രൂപത്തിലുള്ള ആരോപണം പറയുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ ജയിലിൽ കിടക്കേണ്ട വ്യക്തിയാണ് SP എന്നാണെന്ന് PV അൻവർ പറഞ്ഞത്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഹാരിസ്? തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെയാണ് 3.5 കൊല്ലം നമ്മുടെ മലപ്പുറത്ത് അയാൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ. കാരണം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ഓരോ കാര്യത്തിലും പലരായിട്ട് സഹായം തേടിയിട്ടായാലും പല കാര്യത്തിലും പോകുമ്പോഴും പലരും പറഞ്ഞ അറിവുകളാണ് നമുക്കുള്ളത്. ഇതിനു മുമ്പ് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചുള്ളൂ ആ രീതിയിലൊന്നും നമ്മൾ വിഷയത്തിലേക്ക് പോയിട്ടില്ല. പക്ഷെ അനിയൻ്റെ കേസ് വന്നതിന് ശേഷം പലരായിട്ട് പോകുമ്പോഴും ഈ SP-യുടെ കാര്യമാണ് മുന്നിൽ വരിക. അത് ഏത് കേന്ദ്രത്തിലായാലും അവർക്കൊക്കെ പല രീതിയിലായിട്ടുള്ള അറിവുകളുമുണ്ട്. പലരും സമാനമായ കേസുകൾ, അതായത് അനിയനെ പോലത്തെ പലർക്കും അടി കിട്ടിയതും ഇതുപോലത്തെ കള്ളക്കേസിൽ കുടുക്കിയതായിട്ടുള്ള ആൾക്കാരും പലരും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കരിപ്പൂർ വിമാനത്തെ പോലെ കേസുകൾ പല നേതാക്കന്മാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചാനൽ ചർച്ചയിൽ വളരെയധികം കൂടുതലായിട്ട് ഇപ്പോൾ MSF-ൻ്റെ നേതാവ് നവാസ് സ്ഥിരമായി പറയുന്നതാണ്. പക്ഷേ ഇതൊന്നും കേട്ടിട്ടും ഇതിനൊരു നടപടിയും ഇതുവരേക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വളരെ വിഷമം. അതാണ് ഇവരൊക്കെ ഈ വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് അയാൾ SP പറഞ്ഞത് ഓർക്കണം. ഞാൻ സമാധാനമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്, അൻവർ എൻ്റെ സമാധാനക്കേട് ഒന്ന് മാറ്റിത്തരണം, തൽക്കാലം കേസ് പിൻവലിക്കണം എന്ന്. അപ്പോൾ അയാൾക്ക് സമാധാനത്തിന് വേണ്ടിയിട്ട് മലപ്പുറത്തോ അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങൾ കഷ്ടപ്പെടുക, ഇതുപോലെ ഓരോരുത്തരെ കൊല്ലുക അല്ലെങ്കിൽ അടിച്ച് വേറെ കൈകാലും മുറിച്ചിടുക, പല കേസുകൾ കുടുങ്ങുക, ഇത് അയാളെ സമാധാനമാണോ എന്ന് മനസ്സിലാക്കണ്ടേ? ഹാരിസ് ജിഫ്രി, ഇപ്പോൾ CBI അന്വേഷണത്തിൽ നിങ്ങൾ തൃപ്തി രേഖപ്പെടുത്തിയതാണ് നേരത്തെ. അപ്പോൾ ആ പ്രതികളൊക്കെ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് എന്താണ് ഹാരിസ് ജിഫ്രി ഈ കേസിൽ ആവശ്യപ്പെടുന്നത്? ഇപ്പോൾ ഈ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് CBI-യും ഈ വെളിപ്പെടുത്തൽ അതൊരു അൻവറിനെയും അതേപോലെ SP-നെയും പ്രത്യേകം ക്വസ്റ്റ്യൻ ചെയ്യണമെന്നാണ്. അതായത് തെളിവെടുപ്പെടുക്കണം. ഈ വെളിപ്പെടുത്തൽ ഈ കേസിൻ്റെ ഭാഗമായിട്ട് അന്വേഷണത്തിന് വിധേയമാക്കണം എന്നാണ് എനിക്ക് CBI-നോട് പറയാനുള്ളത്. CBI ഇപ്പോൾ ഒരു കൊല്ലാവാനായി ഈ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഒന്നുകൂടി ആ കാര്യങ്ങളിലേക്ക് കടക്കണമെന്ന പ്രത്യേക റിക്വസ്റ്റ് CBI-ക്ക് കൊടുക്കുമോ? തീർച്ചയായിട്ടും ഇതിന് മുന്നേ തന്നെ ഒരു മെയിൽ ചെയ്താണ് എല്ലാവർക്കും, SP-ക്കെതിരെയും എല്ലാവർക്കും. പക്ഷെ അത് വേണ്ട വിധത്തിൽ അവർ പരിഗണിച്ചിട്ടില്ല. ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ കൂടി കൂട്ടിയിട്ട് നമ്മൾ ഒരു മെയിൽ ചെയ്യുന്നുണ്ട് എല്ലാ കേന്ദ്രത്തിലേക്കും CBI-ൻ്റെ. ശരി, വളരെ നന്ദി ഹാരിസ് ജിഫ്രി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.